ശരിയാണ്. മറ്റൊരു കാര്യം ഡിന്നി, ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ 2 പ്രധാനികളെയാണ് വധിച്ചത് ഇസ്രായേൽ. അപ്പോൾ അടുത്ത ലക്ഷ്യം ആരാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണല്ലോ. അത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഹനിയെ വധിച്ചു, നസ്രള്ളയെ വധിച്ചു. ഇതിനുശേഷം ഇസ്രായേൽ ലക്ഷ്യമിടുന്ന അടുത്ത തല ആരുടേതാണ്? അങ്ങനെയുള്ള ചർച്ചകളിൽ ഇറാന്റെ പരമോന്നത നേതാവിനെയാണോ, അയത്തുള്ള അലി ഖമേനിയാണോ അടുത്ത ലക്ഷ്യം എന്നുള്ള ചോദ്യം അത് പ്രസക്തമാകുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. തീർച്ചയായിട്ടും. കാരണം ശ്രീ മഞ്ജുഷ്, അതിനകത്തൊരു ഇതിന്റെ ഒരു ഞാൻ എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ഇത് ഈ ഒരു ഇറാന്റെ അല്ലെങ്കിൽ ലെബനന്റെ അറ്റാക്ക് കഴിഞ്ഞിട്ട് സദൺ ലെബനെ ഹെസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള അറ്റാക്ക് കഴിഞ്ഞ് ബെഞ്ചമിൻ നെത്താന്യാഹു ഇമ്മീഡിയറ്റ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങളുടെ യുദ്ധം ഇറാന്റെ ജനതയോടല്ല, ഞങ്ങളുടെ യുദ്ധം അവരെയും മോചിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇസ്രായേലിന്. അതായത് ഒരു കാര്യം നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, അതായത് ഇറാനിന്റെ ഉള്ളിൽ 1979 ഇറാനിയൻ റെവല്യൂഷൻ എങ്ങനെയായിരുന്നു നടന്നത്, ആ റെവല്യൂഷന്റെ എതിരായിട്ട് കുറെ ആളുകൾ അവിടെ ഒരു ശബ്ദമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വിഭാഗം ആളുകൾ ആ രീതിയിൽ ഒരു ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇറാന്റെ ഉള്ളിലും ചെറിയ പ്രശ്നങ്ങളല്ല, വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ പ്രശ്നങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഒന്നാമത് ഇറാനെ സംബന്ധിച്ചോളം അവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സാങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യം പോലും അവരിൽ നിന്നുള്ള ഓയിൽ ഒക്കെ വളരെ കുറച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളം സാങ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പം തീർച്ചയായിട്ടും അവരുടെ എക്കോണമിയെ വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവതികൾക്ക്, അവരുടെ ഫ്രീഡം, അവരുടെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു അമർഷവും അതിനൊരു പ്രതിഷേധവും ഒക്കെ അവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഇതെല്ലാം കൂടെ ഫാക്ടർ ചെയ്ത്, നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ആന്തരികമായിട്ടുള്ള ഒരു പ്രക്ഷോഭം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും എങ്ങനെയാണ് ഒരു പ്രക്ഷോഭം തുടങ്ങുന്നത്, എങ്ങനെയാണ് അതിന്റെ ബാക്കിൽ ആരൊക്കെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഏജൻസീസും ഉണ്ട്, രാഷ്ട്രങ്ങളും ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഇതില് ഇസ്രായേല് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നമുക്ക് അതിനകത്ത് അതിശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു US-ന്റെയും 100% സപ്പോർട്ട് കിട്ടും തന്നെയാണ്. കാരണം US-നെ സംബന്ധിച്ചോളം ഇറാൻ എപ്പോഴും ഒരു കോസ് ഓഫ് കൺസേൺ ആണ്. കാരണം അവരുടെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി അത് എത്രമാത്രമാണ് എന്നൊന്നും ആർക്കും അറിയത്തില്ല. അവർ എത്രമാത്രം ന്യൂക്ലിയർ ബോംബിനെ ഡെവലപ്പ് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ അതൊരു വറിയാണ്. കാരണം ആ ഒരു ഇറാൻ എന്നുള്ള രാജ്യം ഭാരതമായിട്ട് വളരെ ക്ലോസ് ആണെങ്കിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതായത് എന്ത് ചെയ്യും എന്നുള്ള ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവരുടെ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെ വരുമ്പം ഇസ്രായേലിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ, അപ്പൊ നേരത്തെ അങ്ങ് ചോദിച്ച പോലെ നെക്സ്റ്റ് ആര് എന്നുള്ളത്, അപ്പൊ എന്റെ ഇതിൽ ഒരു ചേഞ്ച് ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പവർ സെന്റർ ഇറാനിൽ നടത്തിയാൽ പോലും അത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. അത് ഓൾറെഡി ആ പ്രൊസീജിയർ ചിലപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ നടന്നാൽ പോലും നമ്മളൊന്നും അതിശയിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് പറയാം. കാരണം അത് അവരുടെ ഒരു ലക്ഷ്യമാണ്. ഇറാനെ സംബന്ധിച്ചോളം ഇറാന്റെ ഈ ഒരു ലീഡർഷിപ്പ് മാറുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അത്രമാത്രം അവരുടെ സെക്യൂരിറ്റി ഇംപ്രൂവ് ആവുന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ, സൗദി അറേബ്യ ആയാലും ശരി, UAE ആയാലും ശരി, മറ്റ് രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല ഒരു ബന്ധം കൊണ്ടുവന്ന് സമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഹമാസിന്റെ ആ അറ്റാക്ക് നടക്കുന്നത്. അപ്പം ഇറാന്റെ അവിടെ ഒരു ഫ്രണ്ട്ലി ഗവൺമെന്റ് വരെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ സെക്യൂരിറ്റി അത്രമാത്രം ഇംപ്രൂവ് ആയി അത്രമാത്രം അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ശ്രമം മുൻപ് നടന്നിട്ടുണ്ട്, ഇനി നടന്നുകൂടാ. ശരിയാണ്. പക്ഷേ ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ ഇപ്പോൾ ഹനിയയ്ക്കും നസ്രള്ളയ്ക്കും ശേഷം ഖമേനിയാണ് അടുത്ത ലക്ഷ്യമായിട്ട് ഇസ്രായേൽ കരുതുന്നതെങ്കിൽ, ന്യൂ ഓർഡർ എന്നാണല്ലോ അവരുടെ ഈ ഓപ്പറേഷനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. അവർ വിശേഷിപ്പിക്കുന്നത് ഭീകര നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ന്യൂ ഓർഡർ ഓപ്പറേഷൻ എന്നാണ്. അത് അതിഭീകരമായ പ്രത്യാഘാതങ്ങൾക്കും പ്രവചനാതീതമായ സംഘർഷങ്ങൾക്കും കാരണമാകില്ലേ മധ്യപൂർവ്വദേശത്ത്? കേണൽ ഡിന്നി സൂചിപ്പിച്ച ആ ഒരു കാര്യം തന്നെയാണ് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഇസ്രായേൽ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഒരു റെജീം ചേഞ്ചിലേക്ക് ഇറാനെ കൊണ്ടെത്തിച്ചാൽ ഇസ്രായേൽ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണിയുടെ 90% മാറിക്കിട്ടും. കാരണം
ഇവിടെ ഒന്നൊന്നായി ഇസ്രായേലിൻ്റെ ഒരു ലോങ് ടേം, ഇസ്രായേലിൻ്റെ ഇപ്പോഴൊരു മിസൈൽ വിട്ടോ എന്നൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ. അതായത് ഇസ്രായേലിൻ്റെ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറയുന്നത് ആ രാജ്യം എല്ലാ പ്രതിസന്ധികളോടും പടവെട്ടിയാണ് ഇതുവരെ നിലനിന്നത്. ഒരു ജനത തന്നെ 2000 വർഷം പല ഇടങ്ങളിലായി കഴിയേണ്ടി വന്നു. അവർക്കൊരു പോപ്പുലേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു ടെറിട്ടറി സ്വന്തമായിട്ടില്ലായിരുന്നു, ഒരു ഗവൺമെൻറ് ഇല്ലായിരുന്നു, പരമാധികാരമില്ലായിരുന്നു. ഒരു ജനത ഒരു രാഷ്ട്രമായി രാഷ്ട്രത്തിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ ആ ഭൂമിക്ക് വെളിയിൽ നിലനിൽക്കുന്ന തിരിച്ചു വരുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അപ്പോൾ അവർ എനിമീസിനെ ഒന്നൊന്നായി സുഹൃത്തുക്കളായി മാറ്റുന്ന ഒരു കാഴ്ച കണ്ടു. ആദ്യം എനിമീസിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി, പിന്നീട് തന്ത്രപരമായ കരാറുകളിലൂടെ ഓരോ ശത്രുവിനെയും, അറബി ലോകത്തെ ഓരോ ശത്രുവിനെയും, അത് ആദ്യം ഈജിപ്തുമായിട്ടാണ് 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, അതുമായി ഏറ്റവും ശക്തനായ എതിരാളിയായ ഈജിപ്തിനെ കൂടെ നിർത്തി. പിന്നീട് അബ്രഹാമിക കരാറുകളിലൂടെ വിവിധ രാജ്യങ്ങളെ UAE-യെയും ബഹ്റിനെയും പിന്നീട് സുഡാനെയും എല്ലാം കൂടെ നിർത്തി. ഇപ്പോൾ സൗദി അറേബ്യ എന്ന ശക്തമായ സുന്നി അറബി രാജ്യത്തെ കൂടി ഇസ്രയേലിൻ്റെ ഒരു സുഹൃത്ത് രാജ്യമാക്കി മാറ്റിയെടുക്കാനുള്ള അബ്രഹാമിക കരാറിൻ്റെ ആ ഘട്ടം എത്തിയപ്പോഴാണ് ഇവർ ആക്രമിച്ചത്. ആരാണ്? ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് അറബി മേഖല, പ്രത്യേകിച്ചും സുന്നി അറബി മേഖല, ഇസ്രയേൽ അനുകൂലമെന്ന് പറയാനാവില്ലെങ്കിലും ഇസ്രയേലുമായി ചേർന്ന് സമരസപ്പെട്ട് ഇസ്രയേലിനെ അംഗീകരിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആകെ അവശേഷിക്കുന്ന മേജർ ത്രെട്ട് എന്ന് പറയുന്നത് ഇറാൻ എന്ന രാജ്യവും ഇറാൻ നട്ടു നനച്ച് വളർത്തുന്ന ഷിയ മിലീഷ്യകളിന് ചുറ്റുപാടുമുള്ള ഷിയ മിലീഷ്യകളും പിന്നെ അതോടൊപ്പം തന്നെ ഹമാസും. അപ്പോൾ പാലസ്തീനിയൻ കോസിന് ഒപ്പം ഇന്ന് അറബികൾ ചലിക്കുന്നില്ല, അല്ലെങ്കിൽ അറബികൾ അതേക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതേസമയം ഇറാൻ പാലസ്തീനിയൻ കോസിന് വേണ്ടി നിലനിൽക്കുന്നു. മറ്റ് പലയിടങ്ങളിലെയും ലോക മുസ്ലിം രാജ്യങ്ങളല്ല, മറിച്ച് മുസ്ലിം ജനതയ്ക്ക് പാലസ്തീനിയൻ കോസിനോട് വലിയ താല്പര്യമുണ്ട്. അത് ന്യായമായും അതുണ്ടാകണം. പക്ഷേ ഇറാനെ നിർവീര്യമാക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി ടൈം ടു സ്ട്രൈക്ക്. ഇപ്പോൾ ഇതാ അത് കൈവന്നിരിക്കുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി പൂർണ്ണമായി തകർക്കുന്ന രീതിയിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മുൻകാലത്ത് ഇറാഖിൻ്റെ ഓസിറിസ് പ്ലാന്റ് തകർത്ത ഒരു പാരമ്പര്യം നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ഫൈറ്റർ പ്ലെയിൻസ് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ജെറ്റുകളുടെ നിറമടിച്ചുകൊണ്ട്, കളറടിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷനിലൂടെ, പ്രത്യേക ഓപ്പറേഷനിലൂടെ ഇറാഖിൻ്റെ കേപ്പബിലിറ്റി തകർത്തു. അതുകൊണ്ട് ഒരു അറബി രാജ്യവും ഒരു മുസ്ലിം രാജ്യവും, പാകിസ്ഥാൻ ആണവ ശക്തിയാണ് സമ്മതിക്കുന്നു, പക്ഷെ മറ്റ് രാജ്യങ്ങൾ ആണവ കേപ്പബിലിറ്റി നേടുന്നതിനെ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കിലൂടെ ഇസ്രയേലിനെ ഇപ്പോൾ തകർക്കാൻ കഴിയും. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ ഇറാൻ കൂടുതൽ അസ്ഥിരമാകും. ഇറാനുള്ളിൽ നേരത്തെ കേണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ അസ്വസ്ഥതകൾ പോകുകയാണ്. അവിടെ ഒരു ജനാധിപത്യ ലംഘനം നടക്കുന്നു. ഡെമോക്രസി ആണെങ്കിൽ പോലും അടിച്ചമർത്തൽ നടക്കുന്നു. മത നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ചും അയത്തുള്ള അലി ഖൊമേനിയുടെ ഡിക്റ്റാറ്റുകൾ അനുസരിക്കാൻ, വസ്ത്രധാരണത്തിലാകട്ടെ, ആഹാരത്തിലാകട്ടെ, പൊതുവെയുള്ള പ്രവർത്തനങ്ങളിലാകട്ടെ, അതനുസരിക്കാൻ ജനങ്ങൾ, പ്രത്യേകിച്ച് വനിതകൾ നിർബന്ധിതരാകുന്നു. ആ അവസ്ഥയിൽ നിന്ന് മോചനം നേടുന്നതിൻ്റെ ഭാഗമായി ഇറാന്റെ മനസ്സുകൾ പ്രതികരിച്ചതാണ്. മസൂദ് പെസഷ്കിയാൻ എന്ന പരിഷ്കരണവാദിയെ പ്രസിഡന്റാക്കി മാറ്റിയെടുക്കുന്നു. അദ്ദേഹത്തെക്കാൾ വലിയ പരിഷ്കരണവാദികൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും അയത്തുള്ള അലി ഖൊമേനി അവസരം നൽകുന്നില്ല. അതുകൊണ്ട് ഇറാന്റെ ജനതയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു റൂളർഷിപ്പ് ചേഞ്ച്, റെജീം ചേഞ്ച് എന്നതാണെങ്കിൽ അത് സാധ്യമാക്കാൻ ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഇറാന്റെ പതനം മാത്രമല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യം ഇസ്രയേലിനോട് സമരസപ്പെട്ട് ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട്, മുൻകാലങ്ങളിൽ ഷായുടെ കാലത്ത് സംഭവിച്ചതുപോലെ ഇസ്രയേലിനെയും അമേരിക്കയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു അധിവസിക്കാൻ അല്ലെങ്കിൽ സഹവസിക്കാൻ തക്ക അന്തരീക്ഷം സംജാതമാകണമെങ്കിൽ ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാകണം. അല്ലാതെ ഇസ്രയേൽ ഇറാനെ പിടിച്ചെടുക്കുക എന്നതോ കരയുദ്ധം നടത്തുക എന്നതൊന്നും ഇസ്രയേലിന് സാധിക്കുന്ന കാര്യമല്ല, ഇസ്രയേൽ അജണ്ടയിലുമില്ല. അതുകൊണ്ട് ഇറാന് ഉള്ളിൽ തന്നെ വളരെ വലിയ രൂപത്തിൽ നുഴഞ്ഞു കയറി ഇറാൻ ഭരണകൂട വിരുദ്ധ വികാരം നിറയ്ക്കാൻ അമേരിക്കയ്ക്കും താല്പര്യമുണ്ടാകും, ഇസ്രയേലിനും താല്പര്യമുണ്ടാകും. അതുകൊണ്ട് അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും താല്പര്യവും ഇസ്രയേലിൻ്റെ താല്പര്യവും ഇറാന്റെ കാര്യത്തിൽ കൺവേർജ് ചെയ്ത് വരുമ്പോൾ ആത്യന്തികമായി നീങ്ങുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റത്തിലേക്ക് തന്നെയാണ്. അതായിരിക്കും ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ ഇസ്രയേലിന്റെ ഖമേനിയുടെ പതനമാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ആത്യന്തികമായ ലക്ഷ്യവും.